ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നും എന്തിട്ട് ഈ തേങ്ങാ ചട്നി? തലേദിവസം ഓൾറെഡി ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ദോശ തന്നെയായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ തലേദിവസം അരച്ചു വെച്ച മാവിൻ്റെ ബാക്കി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ദോശ ഉണ്ടാക്കും. ഇഡ്ഡലിക്ക് തേങ്ങാ ചട്നി ആയിരുന്നു. അപ്പം ദോശയ്ക്ക് എന്നിട്ട് തേങ്ങാ ചട്നി മാത്രമല്ല, തേങ്ങയില്ല. തേങ്ങയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണല്ലോ. എന്നാൽ പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ആദ്യമായിട്ടാണ് തക്കാളി ചട്നി ഉണ്ടാക്കണേ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ ചെന്നപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കി കണ്ടു. അപ്പം പിന്നെ ഒരു ദിവസം എന്തായാലും പരീക്ഷിക്കണം എന്ന് ഞാൻ വിചാരിച്ചതാ. ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. അതിനായിട്ട് 2 തക്കാളിയും 1 സവോളയും 1 കഷ്ണം ഇഞ്ചി എടുത്തു. അത് വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റി കൊടുത്തു. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിൽ നന്നായി അടിച്ച് പിന്നെ കടുക് പൊട്ടിച്ച് ഇത്ര സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാം. പിന്നെ ഇന്ന് കുറേ പേരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇട്ട് ഉണ്ടാക്കണത്. കാരണം തേങ്ങയും നമുക്ക് ലാഭിക്കാം. തേങ്ങാ ചട്നി ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് പണി തീരും. ഇതിന് ഇത്തിരി പാടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്ര